ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ടാങ്ക് പുഡിംഗ് റെഡിയാക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് റെഡിയാക്കാനായിട്ട് ഓറഞ്ച് ഫ്ലേവറിലുള്ള ടാങ്ക് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ടാങ്ക് പൗഡർ നമുക്കൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഫ്ലേവറിന് വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇങ്ങനെ മിക്സ് ചെയ്ത് ചേർത്തതിന് ശേഷം നമുക്ക് 2 പാനും 2 ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരേ സമയം തന്നെ ഇതുപോലെ 2 ഫ്ലെയിമിലായിട്ട് വെച്ചിട്ട് നമുക്ക് രണ്ടും ഇതുപോലെ മാറി മാറി ഒന്ന് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നമ്മളിത് ബൗളിൽ സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ചൂടോട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ടാങ്കിൻ്റെ മിക്സും ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലവർ മിക്സും ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് നമ്മൾ മാറി മാറി ഇതേപോലെ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. കോൺഫ്ലവർ ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് അത്യാവശ്യം തിക്കായി വരുന്നുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ മിക്സും അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നമ്മൾ ഏത് ബൗളിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ ബൗളിലേക്ക് നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഓറഞ്ച് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോറിൻ്റെ പുഡിംഗ് മിക്സ് ചേർത്ത് കൊടുക്കാം. ചൂടോടെ തന്നെയാണ് രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. ടാങ്കിൻ്റെ മിക്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് എടുക്കാനായിട്ട്. ഞാൻ എടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ലെയർ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെയറായിട്ട് തന്നെ ഇത് ചേർത്ത് കൊടുക്കാൻ സാധിക്കും. ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി വന്നുകൊണ്ട് തന്നെ നമ്മുടെ ടാങ്ക് പുഡിംഗ് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതുപോലെ തന്നെ ഫുള്ള് ലെയറായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ കാണുന്നതിലും നല്ല ഭംഗിയുണ്ട് ഈ വൈറ്റും ഓറഞ്ചും ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ. നമ്മുടെ ഈ പുഡിംഗ് മിക്സ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചൂടോടുകൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊന്ന് പുറത്ത് വെച്ച് ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചൂടാറിയതിന് ശേഷം ക്ലിംഗ് റാപ്പ് ഇട്ട് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ വെറും 2 മണിക്കൂർ മാത്രമേ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തുള്ളൂ. മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ടാങ്കിൻ്റെ മിക്സ് ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ ഞാനത് ഡിമോൾഡ് ചെയ്തെടുക്കുന്നില്ല. ഇതേപോലെ സ്കൂപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും നമ്മുടെ ഈ പുഡിംഗ് നിരാശപ്പെടുത്തിയില്ല. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.